പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മനോജ് പുതിയ ജോലി ഏറ്റെടുത്തതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. മനോജ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. ഇതിൻ്റെ ഭാഗമായി തനിക്ക് കിട്ടിയ തൻ്റെ സഹോദരിയുടെ ഡിസൈൻ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതോടെ പുതിയ പ്രൊജക്റ്റുകൾ കിട്ടിത്തുടങ്ങുകയും ചെയ്യുന്നു. ഈ കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് കൺമണിയെ തൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയാലോ എന്നുള്ള ആലോചന ഉണ്ടായിരിക്കുകയാണ് മനോജിന്. ഇതിൻ്റെ ഭാഗമായി മനോജ് കൺമണിയെ കാണുന്നതിനായി വീട്ടിലേക്ക് എത്തുകയും കൺമണിയോട് ഒരു അർജന്റ് പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് എന്നും കൺമണിയുടെ സഹായം ആവശ്യമാണ് എന്നും പറയുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണി പുതിയ ഡിസൈനുകളെല്ലാം വരച്ചു തരാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. ഇത് കേൾക്കുന്ന മനോജ് കൺമണിയോട് വേറൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. ഇത് കേൾക്കുന്ന കൺമണി, എന്താണ് ചേട്ടന് പറയാനുള്ളത്? ചേട്ടൻ കാര്യങ്ങൾ പറയൂ. കൺമണി, ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ നല്ലൊരു ഡിസൈനറെ ആവശ്യമുണ്ട്. മാത്രവുമല്ല, കമ്പനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ കൊണ്ടുപോകുന്ന ഡിസൈനുകളാണ്. അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ കമ്പനി നൽകിയത്. ആ ഡിസൈനുകളെല്ലാം ചെയ്തത് നീയാണ് എന്നുള്ള സത്യം എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് നിന്നെ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയാലോ എന്ന്. ഇത് കേൾക്കുന്ന കൺമണിയാകെ ഞെട്ടിപ്പോവുകയാണ്. ചേട്ടാ, അത് വേണോ? ഇത് ആലോചിക്കുന്ന കൺമണിയുടെ സഹോദരനായ മനോജ് പറയുകയാണ്, വേണം. കാരണം നീ ഇപ്പോൾ സാഗർ സാറിൻ്റെ കൂടെ നിന്നിട്ട് നിനക്ക് വലിയ പുരോഗതിയൊന്നുമില്ല. നിനക്ക് താല്പര്യം ഡിസൈനിങ് വർക്കുകൾ തന്നെയല്ലേ? ആ വർക്കുകൾ ഇപ്പോൾ നിനക്ക് തരാൻ സാധിക്കുന്നത് ഞങ്ങളുടെ കമ്പനിക്കാണ്. നീയാണെങ്കിൽ നിന്റെ ഡിസൈൻ വർക്കുകൾ എവിടെയും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതാണ്. എനിക്കാണ് എങ്കിൽ ഇപ്പോൾ അവിടെ നല്ല ഇൻഫ്ലുവൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം നിനക്ക് അവിടെ ഒരു ജോലി തരപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിനക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ വീട്ടിലെ കാര്യം ആലോചിച്ചു നോക്കൂ. നിനക്ക് കൂടി നല്ല ശമ്പളം കിട്ടുകയാണ് എങ്കിൽ നമ്മുടെ നില മാറുകയില്ലേ? നീയൊരു തീരുമാനം പറയൂ. ചേട്ടാ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളെ ഇത്രയധികം വിശ്വസിച്ചുകൊണ്ടല്ലേ സാഗർ സാറിൻ്റെ കുടുംബം നിൽക്കുന്നത്? എടി, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അവർ നല്ലവർ തന്നെയാണ്. ഒരിക്കലും ഞാൻ അവരെ തള്ളി പറയില്ല. നമുക്ക് കൂടെ നിൽക്കുന്നതിനായി അവർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. നിന്റെ വിവാഹ നിശ്ചയത്തിന് വരെ അവരാണ് വന്നത്. പക്ഷേ ഇത് നിന്റെ കരിയറിൻ്റെ കാര്യമാണ്. നീ അവിടെ നിന്നിട്ട് നിനക്ക് ഇതുവരെ അവർ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ വല്ല ചാൻസും തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാ കാര്യവും മാനസിയും കൂട്ടരുമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ കഴിവ് തെളിയിക്കുന്നതിനായി ഞങ്ങളുടെ കമ്പനിയിലേക്ക് ക്ഷണിക്കുന്നത്. നീ ധൈര്യമായി വരൂ. യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. പിന്നെ ചേട്ടൻ അവിടെയില്ലേ? അതുകൊണ്ട് തന്നെ നിനക്ക് പേടിക്കേണ്ടതായി ഒന്നുമില്ല. നീയൊന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കൂ. സാഗർ സാറിനോട് റിസൈൻ ചെയ്യുകയാണ് എന്നും പുതിയൊരു ജോലി കിട്ടിയെന്നും പറഞ്ഞതുകൊണ്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. മറിച്ച് അദ്ദേഹം വളരെയധികം സന്തോഷിക്കുക മാത്രമാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നീ ധൈര്യമായി മുന്നോട്ട് പോകൂ. ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളുടെ കമ്പനികൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ നീ ഉൾപ്പെടുന്നില്ലല്ലോ. മാനസയല്ലേ അവിടെ ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളും ലീഡ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ നിനക്ക് യാതൊന്നും പേടിക്കാനില്ല. ധൈര്യമായി അവിടെ നിന്ന് പോരാവുന്നതാണ്. നീ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് ഉടൻ തന്നെ എന്നോട് പറയണം. ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിന്റെ വരവിനായി. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ചേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയോ എന്നുള്ള ചിന്തയും മനസ്സിലേക്ക് കയറി വരുന്നു. എന്നാൽ ഇതേ തുടർന്ന് കൺമണി കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ധനലക്ഷ്മി അവിടേക്ക് വരുന്നത്. ചേട്ടൻ പറയുന്നത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. ആ കാര്യം മനസ്സിലാക്കാൻ നീ തയ്യാറാകണം കൺമണി. നിനക്കും നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വെറുതെ അവിടെ പോയി ചെറിയൊരു സാലറിക്ക് ജോലി ചെയ്യണോ? ആ ജോലിയുടേതല്ല, നീ ഇഷ്ടപ്പെടുന്ന നിനക്ക് കഴിവുള്ള ജോലി ചെയ്യുന്നതല്ലേ നല്ലത്. നീ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കൂ കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മിയും പോകുന്നു. ധനലക്ഷ്മി കൂടി വന്നു പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കൺമണി കരുതിയിരുന്നതല്ല. എല്ലാവരും തന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് കൺമണിയെ ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്ന് ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്ന കൺമണി മാനസയുടെ ചതി ഞാൻ പോയാൽ പുറത്തു വരില്ലേ എന്ന് ആലോചിക്കുകയാണ്. മാനസ മേഡത്തിന് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. എല്ലാവരാലും മാനസ മേഡത്തിന് മാനനഷ്ടം മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള സത്യവും മനസ്സിലാക്കുന്ന കൺമണി എന്തൊക്കെ സംഭവിച്ചാലും സാഗർ സാറിൻ്റെ കമ്പനിയെ കൈവിടുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാര്യം വീട്ടിൽ പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് കൺമണി വരികയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.